കനത്ത മഴയിൽ കോഴിക്കോട് വീടിന് മുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു. കോട്ടുളി കടംകുന്നത്ത് വത്സലയുടെ വീടിന് മുകളിലേക്കാണ് മതിൽ ഇടിഞ്ഞത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ഷഹീദ്, അപകടമുണ്ടായത് എപ്പോഴാണ്? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? അത് കോഴിക്കോട് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ കനത്ത മഴ തുടരുകയാണ്. അതിനിടെയാണ് ഇന്ന് രാവിലെയോടുകൂടി കോട്ടുള്ളി കടാകുന്നത്ത് സദാനന്ദൻ എന്നിവരുടെ മതിൽ, വീടിനോട് ചേർന്നുള്ളൊരു മതിലാണ്, കോൺക്രീറ്റ് മതിലാണ്. അത് പെട്ടെന്ന് തകർന്ന് വീഴുകയാണ്. രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കോൺക്രീറ്റ് മതിൽ തകർന്ന് ആ വീട്, സദാനന്ദന്റെ വീട് അപകടാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. തൊട്ട് താഴെയുള്ള വത്സലയുടെ വീട്ടിന്റെ ഒരു ഭാഗം തകർന്നു നിൽക്കുന്ന സാഹചര്യവുമാണുള്ളത്. ഈ അവസ്ഥയിലാണുള്ളത്. വീട്ടുകാർ, സദാനന്ദന്റെ വീട്ടിലുള്ള ആളുകളുണ്ട്. ഇന്ന് എപ്പോഴായിരുന്നു അപകടം ഉണ്ടായത്? ഇന്ന് 9:45 ഉണ്ട്. 9:45 10 മണി സമയത്താണിത്. അതിന്റെ മുന്നായിട്ട് ഇങ്ങനെ ഇടിഞ്ഞു വന്ന് ജസ്റ്റ് ഇങ്ങനെ വിള്ളൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അനിയനൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അനിയൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഇതിങ്ങനെ തള്ളി അങ്ങനെ പോയതാ. മതിലങ്ങനെ മറിഞ്ഞ് വീട് തന്നെ. പിന്നെ ആദ്യം ഈ സൈഡ് വീണു, പിന്നെ അത് ആ ബാക്കിലേക്ക് മുഴുവനായിട്ടും മറിഞ്ഞു വീണു. മഴ പെയ്തോണ്ടിരിക്കണ്ടായിരുന്നു. 9:45 10 മണി. പിന്നെ മഴ പെയ്ത് മഴ കുറച്ച് നിന്നിക്കണു. ആ സമയത്ത് അങ്ങോട്ട് മുഴുവൻ വീടൊരു ഭീഷണിയിലാണല്ലോ. വീട് ഇവിടെ ഇപ്പൊ ആ ഭാഗത്ത് ബാക്കിലേക്ക് വന്നാൽ അറിയാം. ബാക്ക് സൈഡിൽ അടുക്കള ഭാഗമൊക്കെ വിണ്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ അതെന്തായാലും ഇതിന് മുന്നേ ഇതുപോലെ ഉണ്ടായതായിരുന്നു സംഭവം. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതൊരു 9:45 മണ്ണ് ഇങ്ങനെ ചെറുങ്ങനെ ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഒറ്റയടിക്ക് മണ്ണ് താന്നു. പിന്നെ ഒച്ചയുടെ ഒന്നാര് വീടും. താഴത്തെ ആൾക്കാരും ഉണ്ടായിരുന്നു. അവരെന്ത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട. ഞാനിത് മതിൽ ചെരിയുന്ന ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഓരോ വിളിച്ചു. ഓരോ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഉറക്കാൻ വിളിച്ചപ്പോൾ ഓരോ എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നേരെ മതിലെടുത്തൊക്കെ വരുന്നത്. ഞാനിവിടെ മാറി എന്ന് അറിയുമ്പോഴത്തേക്ക് ഓരോ അങ്ങോട്ട് മാറലും വീഴും. ഈ കോൺക്രീറ്റ് മതിൽ കുറേ ഇല്ല, 3 വർഷമായിട്ടുള്ളൂ. ഇതിനു മുമ്പ് മഴ പെയ്തിട്ട് വീടിനോട് അടുപ്പിച്ചിട്ടും ഒന്നായിട്ട് ഇടിഞ്ഞു വീണതായിരുന്നു. അങ്ങനെ ഒക്കെപ്പാട് കെട്ടിയതായിരുന്നു. വീടിന്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ? വീടിന്റെ സ്ഥിതി ഇവിടെയൊക്കെ വിള്ളലൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു മഴ പെയ്താലും വീടടക്കം പോകും. മധു സൂചിപ്പിച്ചതുപോലെ തന്നെ വീടിപ്പോൾ അപകട ഭീഷണിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. താഴെയുള്ള വീട്ടിലേക്ക്, വത്സലയുടെ വീട്ടിലേക്കാണ് ഇടിഞ്ഞു വീണത്. അവർ ആ സമയത്ത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഇവരും നോക്കി നിൽക്കുകയാണ് അപകടമുണ്ടായത്. മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ ഇപ്പോൾ ഇങ്ങനെ മതിലിടിച്ചിലും ഒപ്പം തന്നെ വീടിൻ്റെ ഭാഗമൊക്കെ തകർന്നുള്ള അപകടങ്ങൾ നമുക്ക് സാക്ഷിയാകേണ്ടി വരികയാണ്. മധു, ഷഹീദ, വീട് അപകടാവസ്ഥയിലാണല്ലോ. അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? അവരിപ്പോഴെവിടേക്കാണ് മാറിയിരിക്കുന്നത്? ഇനിയും മണ്ണിടിച്ചിലുള്ള സാധ്യത സൂചിപ്പിക്കുന്നതാണ് അവിടുത്തെ ദൃശ്യങ്ങൾ. തീർച്ചയായും മധു, അപകട സാധ്യത ഇനിയുമുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മണ്ണിൻ്റെ ഈ മണ്ണ് സംരക്ഷിച്ച് നിർത്തിയിരുന്ന മതിലിൻ്റെ ഒരു ഭാഗമാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണ് ഇനിയും അപകടത്തിൽ പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ സുരക്ഷിതമാണോ താമസിക്കുന്നത്? അല്ല, സുരക്ഷിതമല്ല. ഞാൻ എൻ്റെ വൈഫിനും കുട്ടികളൊക്കെ ഇവിടുന്ന് മാറ്റി രാവിലെ തന്നെ ഈ ഇടിഞ്ഞ പാടെ തന്നെ മാറ്റി. ഇനി അടുത്തൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ, മഴ പെയ്യാതിരിക്കുന്നിടത്തോളം കുറച്ചൊരു സമാധാനം ഉണ്ടാവും എന്നല്ലാതെ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കൂടി. ഇവിടെ എത്ര പേര് താമസിക്കുന്നുണ്ട് ഈ വീട്ടിൽ? ഇവിടെ ഒരു 7 ആൾക്കാർ. അവരൊക്കെ സുരക്ഷിതമായി മാറ്റേണ്ടത്? മാറ്റണം എന്തായാലും. അങ്ങനെ എന്തെങ്കിലും പദ്ധതി ആയിട്ടുണ്ടോ മാറ്റി താമസിക്കാൻ? എൻ്റെ വൈഫ് ഹൗസിലേക്ക് വൈഫിനൊക്കെ മാറ്റി, മക്കളൊക്കെ മാറ്റി. ഇനി അമ്മയും അച്ഛനും ഉണ്ട്, ഞങ്ങളും ഉണ്ട്. അടുത്തടുത്തായി വീടുകളിലൊരു സ്ഥലം കൂടിയാണല്ലോ. അപ്പം ഈ അപകടം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മറ്റ് സ്ഥലങ്ങളിലും ഇത് ആശങ്ക ഉണ്ടാക്കുന്നതല്ലേ? ഒന്നും പറയാൻ പറ്റില്ലല്ലോ. മഴ ഇത് എങ്ങനെയാ വീഴുന്നത്. ഇതന്നെ ഇപ്പം എന്തൊരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. ഇതിന്റെ കൂടെ ഈ വീടും പടി പോവുകയാണെന്ന് ഞങ്ങൾ എല്ലാവരും പോയി. ഈ മാറി താമസിക്കേണ്ടി വരില്ലേ ഇപ്പം? തീർച്ചയായും മാറി താമസിക്കണം. ഇവിടെ എല്ലാവരും ഇപ്പൊ അച്ഛനും ഉണ്ട്, അമ്മ ഉണ്ട്, മക്കള്, എല്ലാവരും ഫാമിലി ആയിട്ട് കുറേ പേര് താമസിക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനിയിപ്പോ നോക്കി നിൽക്കുന്നത്. തീർച്ചയായും മധു സൂചിപ്പിച്ചതുപോലെ തന്നെ അവരെ സുരക്ഷിതമായി മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ വീട്ടിലുള്ള നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെ തുടരുന്നത് ജീവന് ഭീഷണിയാവുന്ന സാഹചര്യമാണ്. ഏത് നിമിഷവും മതിലിടിഞ്ഞ് വീണ്ടും അങ്ങനെ മണ്ണിന്റെ ഭാഗമൊക്കെ ഇടിയാനുള്ള സാധ്യത ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. മധു വിവരങ്ങൾ നൽകുന്നത്